ഈ അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ സെഗ്മെന്റിൽ പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഈ സ്റ്റാക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റാക്കുകളെ അപേക്ഷിച്ച് പുതിയൊരു മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത മറ്റൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പൊ ഈ ഒരു ഏരിയയിൽ. ഈ ASP.NET Core വിത്ത് അഷൂർ സ്കിൽ സെറ്റോട് കൂടി നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി ഒരു ഡെവലപ്പറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവസാനിക്കുന്നില്ല. അതൊരു തുടക്കം മാത്രമേ ഉള്ളൂ, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമേ ഉള്ളൂ. അതൊരു മോർ ലുക്രേറ്റീവ് ആയ കൂടുതൽ സാലറിയുള്ള ഒരു പല ഏരിയകളിലേക്ക് നമുക്ക് തിരിയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് ഡോറുകൾ ഓപ്പൺ ആക്കി. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാം. അതിലൊന്ന്, മൈക്രോസോഫ്റ്റിന് ഇത്രയധികം ആപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് മൈക്രോസോഫ്റ്റിന്റെ സൊല്യൂഷൻ ആർക്കിടെക്ട് ആയി തീരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതൽ. ഈ ആപ്ലിക്കേഷൻസിനെല്ലാം കമ്പൈൻ ചെയ്ത് ഇതിനെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്ന ഈ ആപ്ലിക്കേഷൻ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ചുരുങ്ങിയ ഒരു 1000 നമ്പർ ഓഫ് യൂസേഴ്സ് എങ്കിലുള്ള ഹ്യൂജ് കമ്പനികളിലാണ്. ഈ കമ്പനികളിലെല്ലാം മൈക്രോസോഫ്റ്റിന്റെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ടാവും. ഇതിനെല്ലാം കണക്ട് ചെയ്ത് പുതിയ കസ്റ്റം സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്ട്, അതിനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. അതുപോലെ തന്നെ അഷ്യൂർ ക്ലൗഡ് ഡെവലപ്പർ ഓർ ആർക്കിടെക്ട്, അഷ്യൂർ ക്ലൗഡിൽ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ ആർക്കിടെക്റ്റായി മാറാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു ASP.NET Core ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. അടുത്തതായിട്ട് മൈക്രോസോഫ്റ്റിന്റെ CRM ആൻഡ് ERP ആയിരുന്നു. ഇത് SAP പോലെ, SAP കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് മൈക്രോസോഫ്റ്റിന്റെ Dynamics 365 എന്ന് പറയുന്ന CRM പ്ലസ് ERP. ഇതിന് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബാണ്, ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഹ്യൂജ് കമ്പനികളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, അവരുടെ ERP സിസ്റ്റംസ് ആണ്. അതിലേക്ക് അതിന്റെ കസ്റ്റമൈസേഷന് ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് സ്റ്റാക്കായ ASP.NET Core, C# ലാംഗ്വേജ്, പിന്നെ അഷ്യൂർ പോലുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെല്ലാം ഈ ഒരു ഏരിയയിലേക്ക് കടക്കാൻ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഇതാണ്. അപ്പൊ നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളൊരു വലിയ കമ്പനിയിൽ ചെന്ന് വിടുകയാണ്, ആ കമ്പനിയിൽ ഈ മൈക്രോസോഫ്റ്റ് Dynamics 365 അവിടെ ഉണ്ട്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ കസ്റ്റമൈസേഷൻ ഒക്കെ എല്ലാം ഉണ്ടെങ്കിൽ അതിലേക്ക് ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് നിങ്ങളായിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ നോ കോഡ് ഓർ ലോ കോഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് മൈക്രോസോഫ്റ്റ് പവർ. മൈക്രോസോഫ്റ്റിന്റെ ഒരു നോ കോഡ് ലോ കോഡ് പ്ലാറ്റ്ഫോം ആയ പവർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, അതിനകത്ത് ഉള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് പവർ BI, പവർ ആപ്സ്, പവർ ഓട്ടോമേറ്റ്, പവർ വെർച്വൽ ഏജൻസ്, പവർ പേജസ് എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് ഏരിയകളെ കവർ ചെയ്യുന്ന, കോഡിംഗ് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് കോഡിംഗ് ഉപയോഗിച്ചിട്ട് വളരെ ക്വിക്കായിട്ട് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഹൈ എൻഡ് പ്ലാറ്റ്ഫോം ആണ് മൈക്രോസോഫ്റ്റ് പവർ പ്ലാറ്റ്ഫോം. ഇതിന്റെ കസ്റ്റമൈസേഷനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ASP.NET Core, C#. അപ്പൊ അതിലേക്ക് കടക്കാനും അത് വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു കരിയർ പാത്താണ്, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കരിയർ പാത്താണ്. ഇനി ഡെവോപ്സ് എന്ന് പറയുന്ന ഏരിയ നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ചും അഷ്യൂർ ക്ലൗഡിലെ ഒരു ഡെവോപ്സ് എക്സ്പേർട്ടായി മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ASP.NET Core ഡെവലപ്പേഴ്സിന്റെ നെക്സ്റ്റ് ലെവലിൽ. അതുപോലെ തന്നെ AI, മൈക്രോസോഫ്റ്റ് ഈസ് ഇൻവെസ്റ്റിംഗ് ഹെവിലി ഇൻ AI. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ AI പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ അതൊരു മൈക്രോസോഫ്റ്റ് ബേസ്ഡ് ആയിട്ട് ടെക്നോളജി സ്റ്റാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലെ പ്രോഗ്രാമിംഗ് കംപ്ലീറ്റ് വരുന്നത് ASP.NET Core അല്ലെങ്കിൽ .NET ഫ്രെയിംവർക്കിലാണ്. അതിൽ ML.NET എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗിന്റെ ലൈബ്രറി ML.NET പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ടെൻസർഫ്ലോ, പൈറ്റോർച്ച് ഇന്റഗ്രേഷൻ, ഈ വക സാധനങ്ങളെല്ലാം അതിലെല്ലാം കോഡ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ഈ പറഞ്ഞ ASP.NET Core, C# ഡെവലപ്പേഴ്സ് ആയിരിക്കും. അപ്പോ AI-യിലേക്ക് കടക്കാനുള്ള ഒരു എൻട്രി പോയിന്റ് ആയിരിക്കും ഈ ഒരു സ്കിൽ സെറ്റ്. നൗ ഇതിലാർക്കാണ് ഇപ്പോ ഈ നിങ്ങൾക്ക് ക്ലൗഡ് നേറ്റീവ് ASP.NET Core ഡെവലപ്പർ ആകാൻ ആഗ്രഹമുള്ളതും ഇപ്പോ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അതിലൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആൾക്കാർ ആരെങ്കിലും, ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഇത് റൈസൽ റഷീദ്, റിൻസ റീസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടേ. റിൻസ റഷീദിന് ചോദ്യം പറയാം. റൈസൽ റഷീദ് ഉണ്ട്, റിൻസ റീസ്, റൈസൽ റഷീദ്. ഇതിൽ ആരാണ് ആദ്യം ചോദിക്കുന്നത്? ആർക്കാണ്? എന്താണ് പഠിക്കേണ്ട ഡിഗ്രി? വോയിസ് അല്പം കുറവാണ്, ഒന്നുകൂടെ വോയിസ് ഒന്ന് ലൗഡ് ആക്കാം. റൈസൽ റഷീദ്.
ഹലോ, ചോദിച്ചോളൂ. നമുക്ക് എലിജിബിലിറ്റി എന്താണ് ഇതിന് വേണ്ടത്? ഡിഗ്രി ആണോ PG ആണോ വേണ്ടത്? അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ആക്ച്വലി ഞാൻ അത് വരുന്നുണ്ട്. സോറി, ഞാനത് ആൻസർ ചെയ്യാം. അത് വരുന്നുണ്ട്, ഞാനത് പറയാം. ക്വാളിഫിക്കേഷൻസ്, അതിന്റെ എലിജിബിലിറ്റി എന്താണ്, എന്തെല്ലാമാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. അത് തൊട്ടടുത്ത് തന്നെ വരും. ഓക്കെ, ഈ നമ്മുടെ ഡൊമിനിക് ജോൺസൺ ചോദിച്ചിട്ടുണ്ട്, ജാവ ക്യാൻ ബി യൂസ്ഡ്, ജാവ യൂസ് ചെയ്യാമോ ഇതിനകത്ത്? ജാവ നമ്മുടെ ഈ പറഞ്ഞ മൈക്രോസോഫ്റ്റിന്റെ സ്റ്റാക്കിൽ ജാവയ്ക്ക് വലിയ സ്കോപ്പ് ഇല്ല. അത് വേറൊരു ഏരിയ ആണ്. നിങ്ങൾ അത് ജാവ മാത്രമായിട്ട് തന്നെ വളരെ നല്ലൊരു ഏരിയ ആണ്. അപ്പൊ അത് ഇതിനകത്ത് ജാവ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഒരു മൈക്രോസോഫ്റ്റ് ആർക്കിടെക്ചറിൽ ജാവ ബേസ്ഡ് ആയിട്ടുള്ള സർവീസസ് ആയിട്ട് കണക്ട് ചെയ്യാം. അത് നമ്മുടെ അഷൂറിൽ ജാവ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഡിപ്ലോയ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ASP.NET കോറിന്റെ ഭാഗത്ത് ജാവ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, നമ്മുടെ C# ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ ഷാജഹാൻ ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രി മാൻഡേറ്ററി ആണോ, +2 ക്വാളിഫിക്കേഷൻ? ഞാൻ എത്രയും പെട്ടെന്ന് അതിലേക്ക് ഞാൻ എത്താൻ പറ്റും നോക്കട്ടെ.